ഹായ് ഓൾ, വെൽക്കം ടു ടാർഗറ്റ് ലേണിംഗ് ആപ്പ്. നമ്മൾ ഇനിയിപ്പോൾ നീറ്റ് ആസ്പിറൻസ് ഒക്കെ അടിപൊളിയായിട്ട് അവരുടെ പ്രിപ്പറേഷൻസ് പൊയ്ക്കൊണ്ടിരിക്കുകയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആൻഡ് നൗ ഓൺലി ഫ്യൂ ഡേയ്സ് ആർ ലെഫ്റ്റ്. നമ്മൾ 26th ഡേ ഇനിയിപ്പോൾ എക്സാം എഴുതാൻ പോവുകയാണ് അല്ലേ. അപ്പോൾ എക്സാം എഴുതാൻ പോകുന്ന സമയത്ത് ഇപ്പോൾ നമ്മുടെ മനസ്സിൽ ഓടിക്കൊണ്ടിരിക്കുന്ന കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ട്. നമ്മൾ പഠിക്കുന്ന മെത്തേഡ് റെഡിയാണോ, നമ്മൾ ചെയ്യുന്നതാണോ ശരി, അത് വേറെ ആണോ പഠിക്കേണ്ടത്, ഓർഗാനിക് പഠിക്കും, ഇൻഓർഗാനിക് പഠിക്കാൻ തോന്നും, ബയോളജി പഠിക്കും, ഫിസിക്സ് പഠിക്കാൻ തോന്നും, അങ്ങനെ ആകെ ഒരു കൺഫ്യൂസ്ഡ് സ്റ്റേറ്റിലായിരിക്കും അല്ലേ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ യു ഷുഡ് അണ്ടർസ്റ്റാൻഡ് ദാറ്റ് എവറിബഡി ഈസ് റൈറ്റ്, നോബഡി ഈസ് റോങ്. നിങ്ങൾ പഠിക്കുന്ന മെത്തേഡൊക്കെ ശരിയാണ് മക്കളെ. നിങ്ങൾ ആ ഒരു ടെൻഷൻ ആലോചിച്ചിട്ട് നമ്മൾ പഠിക്കുന്നതിൻ്റെ ഫ്ലോ കളയരുതെന്ന് എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ എന്നിരുന്നാലും നമ്മൾ ഈ ലാസ്റ്റ് 26 days ഓരോ സബ്ജക്ട്സും എങ്ങനെ കൊണ്ടുപോകണം, അല്ലെങ്കിൽ എന്തിലാണ് കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടേ എന്ന് പറയാം നമുക്ക് ഈ വീഡിയോ കൂടെ. ഓക്കെ, അപ്പോൾ നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനമാണ് ബയോളജി അല്ലേ. ബയോളജിൻ്റെ മേലെ നമ്മൾ ബയോളജി എന്നുള്ളൊരു സംഭവം സിമെൻ്റ് ഇട്ട് ഉറപ്പിച്ചതിന് ശേഷം വേണം അതിൻ്റെ മേലെ കൂടെ കയറി വേണം ഫിസിക്സും കെമിസ്ട്രിയും നമുക്ക് സ്ട്രോങ് ആക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ബയോളജി നമുക്ക് എന്താ ചെയ്യേണ്ടത്? യെസ്, ഓഫ് കോഴ്സ് ബയോളജി നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് NCERT തന്നെയാണ്. NCERTന്ന് എന്ത് വേണമെങ്കിലും എവിടെ നിന്ന് വേണമെങ്കിലും ചോദിക്കാം. അപ്പോൾ എത്ര പ്രാവശ്യം നമ്മൾ NCERT വായിക്കുന്നോ അത്രയും പ്രാവശ്യം നമുക്കത് യൂസ്ഫുൾ ആയിട്ട് തന്നെ മാറുള്ളൂ അല്ലേ. അപ്പോൾ NCERT വായിക്കുന്നതിനൊപ്പം നമുക്ക് NCERT ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം ബയോളജിക്ക്. അല്ലാണ്ട് ഭയങ്കര ഹൈ സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻസ് ചെയ്യണമെന്നൊന്നുമില്ല. നമ്മൾ NCERT ലെവലിൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് ചെയ്യുക, NCERT പിന്നെയും റിവൈസ് ചെയ്തുകൊണ്ടിരിക്കുക. NCERTയിൽ ഓരോ പോയിന്റും എവിടെ കൊടുത്തതാണെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആണ്. ബോക്സിൽ കൊടുത്തിട്ടുണ്ടാവും, ഡയഗ്രാംസിൻ്റെ അടിയിൽ കൊടുത്തിട്ടുണ്ടാവും. നമ്മൾ ഇതുവരെ കാണാത്ത കുറേ പോയിന്റ്സ് പിന്നെയും വായിക്കുമ്പോൾ നമ്മൾ കാണും. അതുകൊണ്ടാണ് ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻ്റ് ദാറ്റ് യു റിവൈസ് NCERT. അങ്ങനെ ബയോളജിക്ക് പഠിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഒരു രീതിക്ക് എന്താ പറയുക, നല്ല സ്കോർ കിട്ടും. അതായത് ഇപ്പോൾ നമ്മൾ അത്രയും വെൽ വേഴ്സ്ഡ് ഒന്നും അല്ലാത്തൊരു കുട്ടിക്ക് പോലും ബയോളജി സ്ട്രോങ് ആണെങ്കിൽ നമുക്ക് നല്ലൊരു സ്കോർ ഉണ്ടാക്കാൻ പറ്റും. നൗ കംസ് എ ഫിസിക്സും ബയോളജിയും രണ്ട് അറ്റത്ത് കിടക്കുന്ന സംഭവങ്ങളാണ്. ബയോളജി നമ്മൾ റിവൈസ്, ഫിസിക്സ് നമ്മൾ റിവൈസ് ചെയ്യണം. അതിൻ്റെ കൂടെ എന്ത് ചെയ്യണം? ഒരുപാട് പ്രോബ്ലംസ് ചെയ്യണം. പ്രോബ്ലംസ് ചെയ്യുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം പ്രോബ്ലംസ് ചെയ്താൽ മാത്രമേ നമ്മുടെ കോൺസെപ്റ്റ് സ്ട്രോങ് ആവുള്ളൂ. പിന്നെ നമ്മൾ വിചാരിക്കുന്നുണ്ടാകും കുറേ വായിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫിസിക്സ് എന്താ റെഡിയാണ്. നമ്മൾ പ്രോബ്ലം ചെയ്യുന്നത് പറയുന്നത് എന്തുകൊണ്ടാണ്? ചിലപ്പോൾ നിങ്ങളുടെ കോൺസെപ്റ്റ് ഒക്കെ പക്ക ക്ലിയർ ആയിരിക്കും. പക്ഷെ നമ്മൾ ആദ്യമായിട്ടൊരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ എന്താ പ്രശ്നം? നമ്മൾ ആദ്യം ക്വസ്റ്റ്യൻ പ്രോസസ്സ് ചെയ്യണം. നമ്മുടെ തലയിൽ കൂടെ ക്വസ്റ്റ്യൻ വായിച്ച് ക്വസ്റ്റ്യൻ പ്രോസസ്സ് ചെയ്ത് ഏത് ഇക്വേഷൻ അവിടെ കൊടുക്കേണ്ടതെന്നൊക്കെ ആലോചിച്ചിട്ട് വേണം നമ്മളൊരു ക്വസ്റ്റ്യൻ ചെയ്യാൻ. പക്ഷെ നമ്മൾ ഒരുപാട് ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്തൊരു കുട്ടിയാണെങ്കിൽ അവർക്ക് എന്തുണ്ട് ഉപകാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ക്വസ്റ്റ്യൻ കാണുമ്പോൾ ദേ നോ ലൈക്ക് ഇന്ന ഇക്വേഷൻ ആണ് ഈ ക്വസ്റ്റ്യനിൽ ഇടണ്ടേ, നമ്മൾ വെൽ വേഴ്സ്ഡ് ആണെങ്കിൽ ഇന്ന ഇക്വേഷൻ ആണ് ഈ ക്വസ്റ്റ്യനിൽ ഇടണ്ടേ എന്ന് മനസ്സിലാവുന്ന സമയത്ത് നമുക്ക് ടൈം കുറയ്ക്കാൻ പറ്റും എക്സാമിന് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ക്വസ്റ്റ്യൻസ് പിന്നെയും പ്രാക്ടീസ് ചെയ്യാൻ പറയുന്നത്. പിന്നെ നിങ്ങൾക്ക് ഇപ്പോൾ കോൺസെപ്റ്റ്സ് സ്ട്രോങ് ആക്കാം. അത് നമുക്ക് ഒട്ടും അറിയാത്തൊരു സംഭവമാണെങ്കിൽ നമ്മൾ അതിൻ്റെ ബേസിക് കോൺസെപ്റ്റ് എങ്കിലും മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ ഈസി ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റും. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമുക്ക് അത്യാവശ്യം നന്നായിട്ട് അറിയുന്ന കോൺസെപ്റ്റ് ആണെങ്കിൽ നമ്മൾ കോൺസെപ്റ്റ് സ്ട്രോങ് ആക്കാനായിട്ട് കൂടുതൽ പ്രോബ്ലംസ് ചെയ്യുക. എത്ര പ്രോബ്ലംസ് നമ്മൾ ചെയ്യുന്നോ അത്രത്തോളം നമ്മുടെ സ്കോർ ഇമ്പ്രൂവ് ആവും, ടൈം കുറയും ഓരോ പ്രോബ്ലം ചെയ്യാനുള്ള. നൗ കംസ് എ കെമിസ്ട്രി. ഈ കെമിസ്ട്രി എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ നമ്മുടെ എന്താ പറയുക, ഇതിന് നടുക്കൊരു ബ്രിഡ്ജ് ഒക്കെ പോലെയാണ് കെമിസ്ട്രി നിൽക്കുന്നത് ബയോളജിയുടെയും ഫിസിക്സിൻ്റെയും. കാരണം നമ്മൾ ഇനോർഗാനിക് കെമിസ്ട്രി വരുന്ന സമയത്ത് അവർക്കൊരു ചായ്വ് ബയോളജി നിർത്താം. അതുകൊണ്ട് ഇനോർഗാനിക് കെമിസ്ട്രി കൂടുതൽ NCERT വായിച്ച് എന്ത് ചെയ്യാൻ ശ്രമിക്കുക, കൂടുതൽ റിയാക്ഷൻസ് ഒക്കെ ഓർത്തിരിക്കാൻ ശ്രമിക്കുക. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് പ്രോബ്ലംസ് ചെയ്ത് കഴിഞ്ഞാലുള്ള ഗുണം, പ്രീവിയസ് ഇയർ ഒക്കെ ചെയ്ത് കഴിഞ്ഞാലുള്ള ഗുണം എന്ന് വെച്ചാൽ നമുക്കൊരു ഐഡിയ കിട്ടും കൂടുതൽ എന്താ ചോദിക്കുന്നത്, അല്ലെങ്കിൽ ഇനോർഗാനിക് ചോദിക്കാനുള്ള വഴികൾ എന്തൊക്കെയാണ്. നമ്മളെപ്പോഴും ഒരു എക്സാമിന് പോകുന്ന സമയത്ത് ഒരു ക്വിസ് മാസ്റ്റർ അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ ഉണ്ടാക്കുന്ന ആളെ സൈഡിൽ നിന്നും കൂടി ചിന്തിക്കണം. അപ്പോൾ നമ്മൾ കുറേ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ കാണുന്ന സമയത്ത് യു പീപ്പിൾ ക്യാൻ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് എന്തെന്നാണ്, എവിടെ നിന്നാണ്, എങ്ങനെയാണ്, ദാറ്റ്സ് എ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് വേർഡ്, എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് ഇനോർഗാനിക്കിൽ ഉണ്ടാക്കുക എന്നുള്ളത്. ആൻഡ് ഫിസിക്കൽ കെമിസ്ട്രി വരുന്ന സമയത്ത് കൂടുതലും ഫിസിക്സിനോട് ചാഞ്ഞ് നിൽക്കുന്നൊരു സബ്ജക്റ്റാണ്. ഫിസിക്കൽ കെമിസ്ട്രിയിൽ പിന്നെയും ഇക്വേഷൻസ് റിവൈസ് ചെയ്യുക, കോൺസെപ്റ്റ് സ്ട്രോങ് ആക്കാൻ വേണ്ടിയിട്ട് മോർ ആൻഡ് മോർ പ്രോബ്ലംസ് ചെയ്യാൻ നോക്കുക. ഇക്വിലിബ്രിയം, തെർമോഡൈനാമിക്സ് ഒക്കെ പ്രോബ്ലംസ് ചെയ്ത് തന്നെ സ്ട്രോങ് ആക്കാൻ നോക്കുക. അങ്ങനെയാണ് നമുക്ക് ഫിസിക്കൽ കെമിസ്ട്രീനെ നമുക്ക് അപ്രോച്ച് ചെയ്യാൻ പറ്റുക. ഇനിയുള്ളത് ഓർഗാനിക് കെമിസ്ട്രിയാണ്. ഓർഗാനിക് കെമിസ്ട്രി ബേസിക്കലി കാര്യം മനസ്സിലാക്കുക. ടെക്സ്റ്റ് NCERT പക്കാ ക്ലിയർ ആയിരിക്കും. NCERTന് ഏതൊരു റിയാക്ഷൻ ചോദിച്ചാൽ നമുക്ക് റീപ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിക്കായിരിക്കണം. ഇനിയും റിയാക്ഷൻസ് സ്ട്രോങ് അല്ലാത്തവർ എഴുതി തന്നെ പഠിക്കുക. പിന്നെ ഓർഗാനിക് കെമിസ്ട്രിക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഇൻ ടെക്സ്റ്റ് ക്വസ്റ്റ്യൻസും അതുപോലെ തന്നെ ടെക്സ്റ്റിൻ്റെ ബാക്കിൽ കൊടുത്ത ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഓർഗാനിക് കെമിസ്ട്രിയിൽ ചെയ്യാൻ നോക്കുക. അപ്പോൾ ഇതാണ് നമ്മളിപ്പോൾ എന്താ പറയുക, ഫിസിക്സ്, ബയോളജി, കെമിസ്ട്രി ഈ ലാസ്റ്റ് മന്ത് അല്ലെങ്കിൽ ലാസ്റ്റ് ലാപ്പ് ഓഫ് റിവിഷനിൽ കൂടെയാണ് കൂടുതൽ പേരും പോകുന്നതെന്ന് എനിക്കറിയാം. അപ്പോൾ ഇങ്ങനെ
ചെയ്യാൻ ശ്രമിക്കുക. NCERT എന്ത് ചെയ്യുക, ബയോളജി എന്ത് ചെയ്യുക, പിന്നെയും റിവൈസ് ചെയ്തുകൊണ്ടിരിക്കുക. ഫിസിക്സിൽ കൂടുതൽ ക്വസ്റ്റ്യൻ ചെയ്യാൻ നോക്കുക, ഫിസിക്കൽ കെമിസ്ട്രിയിലും കൂടുതൽ ക്വസ്റ്റ്യൻസ് ചെയ്യാൻ നോക്കുക. ഇനോർഗാനിക് സെയിം തിങ് ആസ് ബയോളജി റിവൈസ് ചെയ്യുക. ഓർഗാനിക് കെമിസ്ട്രി കൂടുതൽ ക്വസ്റ്റ്യൻസ് ചെയ്യുക. അതുപോലെ തന്നെ ടെക്സ്റ്റും സ്ട്രോങ് ആയിരിക്കണം. റിയാക്ഷൻസ് ഒക്കെ നമുക്ക് ഉറക്കത്തിൽ നിന്ന് വിളിച്ച് ചോദിച്ചാലും പറയാൻ പറ്റുന്ന രീതിക്കായിരിക്കണം ഓർഗാനിക്കിലെ റിയാക്ഷൻസ്. ഇനി നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരു കുട്ടിയാണെങ്കിൽ ഇനി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ടത് കോൺഫിഡൻസ് ആണ്. കോൺഫിഡൻ്റ് ആവാൻ നമ്മൾ ചെയ്യുന്ന വഴി ശരിയാണെന്നുള്ളത്. നന്നായിട്ട് ഫുഡ് കഴിക്കുക, ഉറക്കമൊക്കെ ക്ലിയർ ചെയ്യുക. അപ്പോൾ തന്നെ ഈ ലാസ്റ്റ് മന്ത് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഒരുപാട് റാങ്കിൽ നിന്ന് ഫോർവേഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ലാസ്റ്റ് മന്തിൽ നിങ്ങൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ കോൺഫിഡൻ്റ് ആയിട്ട് കറക്റ്റ് റിവിഷൻ കൊടുക്കുക. ആൻഡ് യു വിൽ സീ ഡെഫിനറ്റ്ലി ദ ഡിഫറൻസ്. താങ്ക് യു. Target Learning App, Kerala's most trusted learning partner.